കേരളത്തിന് പ്രത്യേക ഒറ്റത്തവണ സാമ്പത്തിക പാക്കേജ് നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഉപാധികളോടെ 5000 കോടി രൂപ നൽകാമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. എന്നാൽ 10,000 കോടി രൂപയെങ്കിലും കിട്ടിയേ മതിയാകൂ എന്നാണ് കേരളത്തിന്റെ നിലപാട്. ഇടക്കാല ഉത്തരവിനായി ഹർജിയിൽ ഈ മാസം 21-ന് സുപ്രീംകോടതി വിശദമായി വാദം കേൾക്കും. കടമെടുപ്പിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി ഏകീകൃത മാനദണ്ഡമാണ് നടപ്പാക്കുന്നത്. അതിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകാനാവില്ല. ഏകീകൃത മാനദണ്ഡം വിവേചനമാണെന്ന് പറഞ്ഞ് കേരളത്തിന് കോടതിയെ സമീപിക്കാനാവില്ല. ധനകാര്യ മാനേജ്മെന്റ് ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞില്ല. കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ സ്വീകരിക്കേണ്ട പ്ലാൻ ബി കേരളം ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി. ഉപാധിയോടെ 5000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാം. പക്ഷേ അത് അടുത്ത സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസത്തിലെ കടമെടുപ്പിൽ നിന്ന് കുറവ് വരുത്തുമെന്നും കേന്ദ്ര സർക്കാർ. ഉപാധിയോടെയുള്ള 5000 കോടി രൂപയുടെ അനുമതി വേണ്ടെന്ന് കേരളം. ഏറ്റവും കുറഞ്ഞത് 10,000 കോടി രൂപയെങ്കിലും കിട്ടിയേ തീരുവെന്നും കേരളത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ. കടമെടുക്കാൻ അവകാശമില്ലെന്നാണ് കേന്ദ്രം പറയുന്നത്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ തീരുമാനമനുസരിച്ച് ഇനിയും കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ട്. അവകാശമില്ലെങ്കിൽ ഹർജി തള്ളിക്കോളൂവെന്നും കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ കടുത്ത നിരാശയുണ്ടെന്നും കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാരും കേരളവും തമ്മിലുള്ള സമവായ ചർച്ചകൾ പൂർത്തിയായോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. കൂടുതൽ സമവായ ചർച്ചകൾക്ക് സാധ്യതയില്ലെന്ന് കേരളം അറിയിച്ചു. തുടർന്ന് കേരളത്തിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവിനായി വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. ഈ മാസം 21-ന് രാവിലെ 10:30 ആദ്യ ഹർജിയായി കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.